ഹായ് ഓൾ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട SEO ക്വസ്റ്റ്യൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു കമ്പയർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ടു സ്പെസിഫിക് SMM ചാനൽസ് ഇൻ അച്ചീവിംഗ് മാർക്കറ്റിംഗ് ഗോൾസ്? ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഓഡിയൻസ് റീച്ച്. ഓഡിയൻസ് റീച്ചിൽ ഫേസ്ബുക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിപുലമായ പ്രായപരിധിയിലുള്ള ഉപഭോക്താക്കളെയാണ് ഉൾക്കൊള്ളുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുടുംബങ്ങൾ, മുതിർന്നവർ, ബിസിനസ് ഗ്രൂപ്പുകൾ എന്നിവയിൽ എത്തിച്ചേരാൻ ഏറ്റവും നല്ലതാണ് ഫേസ്ബുക്ക്. ഇൻസ്റ്റാഗ്രാമിൽ 18 മുതൽ 35 വയസ്സിനിടയിലുള്ള യുവജനങ്ങൾ കൂടുതലായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. വിഷ്വൽ കണ്ടൻറ്റ്, അതായത് ഫോട്ടോ, വീഡിയോ, റീൽസ് ഇവ മുഖേന വേഗത്തിൽ വൈറലാകാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് നോക്കുന്നതാണ് കണ്ടൻറ് സ്റ്റൈല്. ഫേസ്ബുക്കിൽ ടെക്സ്റ്റ്, വീഡിയോ, ഇമേജ്, ലിങ്കുകൾ, ഇവൻറ്റ്സ്, ഗ്രൂപ്പ്സ് തുടങ്ങി വിപുലമായ കണ്ടൻറ് ഫോർമാറ്റുകൾ ഉണ്ട്. ബ്രാൻഡ് സ്റ്റോറി, ആർട്ടിക്കിൾസ്, ലോങ് ഫോം കണ്ടൻറ് പ്രൊമോട്ട് ചെയ്യാൻ അനുയോജ്യം. ഇൻസ്റ്റാഗ്രാമിൽ ചിത്രങ്ങളും ഹ്രസ്വ വീഡിയോകളും റീൽസ്, സ്റ്റോറീസ് ആണ് ഹ്രസ്വ വീഡിയോകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. റീൽസും സ്റ്റോറീസും പ്രധാനമാണ് ഇൻസ്റ്റാഗ്രാമിൽ. വിഷ്വൽ ബ്രാൻഡിംഗ്, ലൈഫ് സ്റ്റൈൽ, പ്രൊഡക്റ്റ് ഷോക്കേഴ്സ് എന്നിവയ്ക്ക് കൂടുതൽ ഫലപ്രദമുണ്ട്. എൻഗേജ്മെൻറ്റ്. ഫേസ്ബുക്കിൽ കമൻറ്റ്സ്, ഷെയർസ്, ഗ്രൂപ്പ്സ് മുഖേന കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എളുപ്പമാകും. ബട്ട് അൽഗോരിതം കാരണം ഓർഗാനിക് റീച്ച് കുറയുന്ന പ്രവണത ഉണ്ടാകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്സ്, ഷെയർസ്, കമൻറ്റ്സ്, റീൽസ് വ്യൂ വളരെ വേഗത്തിൽ എൻഗേജ്മെൻറ്റ് നേടാം, പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വിഷ്വൽസ്, ട്രെൻഡ്സ് ഉപയോഗിച്ചാൽ. നെക്സ്റ്റ്, അച്ചീവിംഗ് ഗോൾസ്. മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങൾ കൈവരിക്കൽ. ഫേസ്ബുക്കിൽ ബ്രാൻഡ് അവെയർനെസ്, ലീഡ് ജനറേഷൻ, വെബ്സൈറ്റ് ട്രാഫിക് വർദ്ധിപ്പിക്കൽ, കസ്റ്റമർ സപ്പോർട്ട് എന്നിവയ്ക്ക് മികച്ചതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ബ്രാൻഡ് വിസിബിലിറ്റി, പ്രൊഡക്റ്റ് പ്രൊമോഷൻ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിംഗ് എന്നിവയിൽ മികച്ച റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കാൻ സഹായിക്കുന്നു. പെയ്ഡ് ആഡ്സ്. ഫേസ്ബുക്ക് ആഡ്സ് ശക്തമായ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഉള്ളതിനാൽ കൺവേർഷൻ ഓറിയൻറ്റഡ് ക്യാമ്പയിൻസ് നല്ലതാണ്. ഇൻസ്റ്റാഗ്രാം ആഡ്സ് വിഷ്വൽ അപ്പീൽ കൂടുതലുള്ളതിനാൽ പ്രൊഡക്റ്റ് ഡിസ്കവറി ആൻഡ് ഇമ്പൾസ് പർച്ചേസിന് അനുയോജ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് സെർച്ച് എൻജിൻ ട്രാഫിക്? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാഫിക്. സെർച്ച് എൻജിൻ ട്രാഫിക് എന്ന് പറയുന്നത് ഗൂഗിൾ, പിങ്, യാഹൂ പോലുള്ള സെർച്ച് എൻജിനുകളിൽ ഉപഭോക്താക്കൾ ഒരു വാക്ക് അല്ലെങ്കിൽ വാചകം തിരയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് വെബ്സൈറ്റിലേക്ക് വരുന്ന സന്ദർശകരെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വളരെ പ്രധാനമാണ്, കാരണം നല്ല ട്രാഫിക് വന്നാൽ വെബ്സൈറ്റിൻ്റെ വിൽപ്പനയും ജനപ്രീതിയും വർദ്ധിക്കും. സെർച്ച് എൻജിൻ്റെ ട്രാഫിക് തരങ്ങൾ. ഓർഗാനിക് ട്രാഫിക്. ഓർഗാനിക് ട്രാഫിക് മീൻസ് ഉപഭോക്താക്കൾ പണം കൊടുക്കാതെ തന്നെ സ്വാഭാവികമായി നമ്മുടെ വെബ്സൈറ്റ് കണ്ടെത്തി സന്ദർശിക്കുന്ന ട്രാഫിക്കാണ്. എക്സാമ്പിൾ, ഗൂഗിളിൽ ബെസ്റ്റ് മൊബൈൽ ഫോൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ആദ്യ പേജിൽ വരികയും ആളുകൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് സ്ഥിരതയുള്ള സന്ദർശകർ ലഭിക്കും, ചിലവ് കുറവാണ്, ചിലവില്ല. രണ്ടാമത് വരുന്നതാണ് പെയ്ഡ് ട്രാഫിക്. ഗൂഗിൾ ആഡ്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി പണമടച്ച് പരസ്യം കൊടുത്ത് ലഭിക്കുന്ന ട്രാഫിക്കാണ്. എക്സാമ്പിൾ, സെർച്ച് റിസൾട്ടിൻ്റെ മുകളിൽ കാണുന്ന ആഡ് മാർക്ക് ചെയ്ത ലിങ്കുകൾ. ഗുണം, വേഗത്തിൽ കൂടുതൽ ആളുകളെ എത്തിക്കാൻ സാധിക്കും, പക്ഷേ ചിലവ് കൂടുതലായേക്കാം. ഡയറക്റ്റ് ട്രാഫിക്. ആളുകൾ വെബ്സൈറ്റ് അഡ്രസ് നേരിട്ട് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ഉപയോഗിച്ച് സന്ദർശിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് റെഫറൽ ട്രാഫിക്. മറ്റൊരു വെബ്സൈറ്റ്, ബ്ലോഗ്, ഫോറം, ഡയറക്ടറി മുതലായ ഇടങ്ങളിൽ നിന്ന് ലിങ്ക് വഴി ലഭിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് വഴി വരുന്ന ട്രാഫിക്കാണ്. എക്സാമ്പിൾ, ഒരു ബ്ലോഗിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്താൽ അവിടെ നിന്നും വരുന്ന സന്ദർശകർ. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് വഴി വിശ്വസ്ത സന്ദർശകരെ നേടാവുന്നതാണ്. സോഷ്യൽ മീഡിയ ട്രാഫിക്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ മുതലായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വരുന്ന സന്ദർശകർ. എക്സാമ്പിൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തപ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്ത് വരുന്നു. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് പ്രേക്ഷകരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കീവേഡ് റിസർച്ച്? ഓൾസോ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീവേഡ്സ്.
കീവേഡ് റിസർച്ച്. കീവേഡ് റിസർച്ച് എന്നത് സെർച്ച് എഞ്ചിനുകൾ ആളുകൾ ഏത് വാക്കുകൾ അല്ലെങ്കിൽ ഏത് വാചകങ്ങൾ കൂടുതലായി തിരയുന്നു എന്ന് കണ്ടെത്തുന്ന പ്രക്രിയയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ SEO ആൻഡ് SEM പ്രവർത്തനങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEM എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഇത് വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ശരിയായ പ്രേക്ഷകരിൽ എത്തിക്കുക, വെബ്സൈറ്റിൻ്റെ റാങ്ക് മെച്ചപ്പെടുത്തുക, വിൽപ്പനയും ട്രാഫിക്കും വർദ്ധിപ്പിക്കുക. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഓൺലൈൻ ഷൂ സ്റ്റോർ നടത്തുകയാണെങ്കിൽ ബെസ്റ്റ് റണ്ണിങ് ഷൂസ് അല്ലെങ്കിൽ ചീപ്പ് സ്പോർട്സ് ഷൂസ് ഓൺലൈൻ പോലുള്ള ആളുകൾ തിരയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആളുകൾ തിരഞ്ഞ് കണ്ടെത്തുന്ന വാക്കുകൾ അനുസരിച്ച് ഉള്ളടക്കം തയ്യാറാക്കുന്നതാണ് കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. ബെസ്റ്റ് റണ്ണിങ് ഷൂസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റായിട്ടുള്ള നന്നായിട്ട് മെച്ചമായിട്ടുള്ള ഷൂസ് നമുക്ക് കിട്ടും അല്ലേ. അല്ലെങ്കിൽ ചീപ്പ് സ്പോർട്സ് ഷൂസ് ഓൺലൈൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ രീതിക്കുള്ള ഷൂസ് നമുക്ക് വരും. അതാണ് കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ടൈപ്പ് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീവേഡ്സ്. ഷോർട്ട് ടെയിൽ കീവേഡ്സ്, ലോങ് ടെയിൽ കീവേഡ്സ്. ഷോർട്ട് ടെയിൽ കീവേഡ്സിൽ 1-2 വാക്കുകൾ മാത്രമാണ് ടൈപ്പ് ചെയ്യുന്നത്. ഉദാഹരണം ഷൂസ്, മൊബൈൽ, അങ്ങനെ. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ തിരയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ദോഷം, നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത് മത്സരം കൂടുതലാണ്. വേറുള്ള കമ്പനികളുമായിട്ട് മത്സരം കൂടുതലാണ്. ലോങ് ടെയിൽ കീവേഡ്സ് എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ അതിൽ അധികമോ വേർഡ്സ് ടൈപ്പ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് റണ്ണിങ് ഷൂസ് ഫോർ മെൻ. അപ്പോൾ ഒരു സെൻറ്റൻസ് ആയല്ലേ, 1-2 കീവേഡ് അല്ല വന്നിരിക്കുന്നത്, അതിലധികം കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് മത്സരം കുറവാണ്, കൃത്യമായ പ്രേക്ഷകർ ഉണ്ടായിരിക്കും. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് തിരയുന്നവർ കുറവായേക്കാം. ബ്രാൻഡഡ് കീവേഡ്സ്, ബ്രാൻഡ് പേരുകൾ ഉൾപ്പെടുന്ന കീവേഡ്സ്. എക്സാമ്പിൾ സാംസങ് ഗാലക്സി മൊബൈൽ. അപ്പോൾ ഇതിൽ ബ്രാൻഡിൻ്റെ പേര് വന്നിട്ടുണ്ട് അല്ലേ. സാംസങ് ഗാലക്സി എന്ന് പറയുമ്പോൾ സാംസങ് എന്താണ്, ബ്രാൻഡാണല്ലേ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബ്രാൻഡ് അറിയുന്ന വിശ്വസ്ത ഉപഭോക്താക്കളായിരിക്കും. നെക്സ്റ്റ് വരുന്നത് നോൺ ബ്രാൻഡഡ് കീവേഡ്സ്. ബ്രാൻഡ് പേരില്ലാത്ത പൊതുവായ തിരച്ചിൽ വാക്കുകളാണ്. എക്സാമ്പിൾ സ്പോർട്സ് ഷൂസ് ഓൺലൈൻ. അവിടെ ബ്രാൻഡിൻ്റെ നെയിം വരുന്നില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സഹായിക്കും. നെക്സ്റ്റ് ജിയോ ടാർഗറ്റഡ് കീവേഡ്സ്. സ്ഥലത്തിൻ്റെ പേര് ഉൾപ്പെടുന്ന കീവേഡുകൾ. എക്സാമ്പിൾ ബെസ്റ്റ് ഹോട്ടൽ ഇൻ കൊച്ചി, കാർ റിപ്പയർ ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ ഒരു പ്ലേസിൻ്റെ നെയിം അവിടെ എടുത്ത് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് എന്താണ്, ജിയോ ടാർഗറ്റഡ് കീവേഡ്സ് ആണ്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റിങ്ങിൽ നിന്നും മികച്ചതാണ്. നെക്സ്റ്റ് ട്രാൻസാക്ഷണൽ കീവേഡ്സ്. വാങ്ങൽ മനസ്സോടെ തിരയുന്നവരുടെ കീവേഡുകൾ. എക്സാമ്പിൾ ബൈ ലാപ്ടോപ്പ് ഓൺലൈൻ, ഓർഡർ പിസ്സ നിയർ മീ. ബെനിഫിറ്റ് എന്താണ്, വിൽപ്പനയ്ക്ക് നേരിട്ട് സഹായിക്കുന്നു. ഇനി 4th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? എക്സ്പ്ലെയിൻ ദ വേരിയസ് മോഡ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഒരു ബ്രാൻഡ് ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള മാർക്കറ്റിംഗ് രീതിയാണ്. SMMൻ്റെ പ്രധാന ലക്ഷ്യം ബ്രാൻഡ് അറിയിപ്പ് വർദ്ധിപ്പിക്കൽ, പ്രേക്ഷകരുമായി ഇടപെടൽ, സെയിൽസ് കൂട്ടൽ എന്നിവയാണ്. എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം റീൽസ് വഴി ഉൽപ്പന്നം പരിചയപ്പെടുത്തൽ, ഫേസ്ബുക്ക് ആഡ്സ് വഴി ഓഫർ പ്രൊമോട്ട് ചെയ്യൽ, യൂട്യൂബ് വീഡിയോ റിവ്യൂസ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന രീതികൾ. ഓർഗാനിക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. പണം ചിലവാക്കാതെ സ്വാഭാവികമായി ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നത്. എക്സാമ്പിൾ ഫേസ്ബുക്കിൽ റെഗുലർ പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, റീൽസ്. ഇതിൻ്റെ ബെനിഫിറ്റ് ചിലവ് കുറവ്, വിശ്വസ്തമായ പ്രേക്ഷകരെ നേടാം. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വളർച്ച നേരിയ വേഗത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പെയ്ഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. പണം കൊടുത്ത് പ്ലാറ്റ്ഫോമിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് പെയ്ഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. എക്സാമ്പിൾ ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം സ്പോൺസേർഡ് പോസ്റ്റ്, ഗൂഗിൾ ആഡ്സ്, യൂട്യൂബ് ആഡ്സ്. ഇതിൻ്റെ ബെനിഫിറ്റ് വേഗത്തിൽ വലിയ പ്രേക്ഷകരിൽ എത്താം. ദോഷമെന്ന് പറയുന്നത് തുടർച്ചയായ ചിലവ് ആവശ്യമാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്.
സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫാൻസുകളുള്ള ഇൻഫ്ലുവൻസേഴ്സ് വഴി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ബ്യൂട്ടി വ്ളോഗേഴ്സ്. ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്താണ് ചെയ്യുന്നത്? സ്കിൻ കെയർ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ബ്യൂട്ടി വ്ളോഗേഴ്സ്. അതുപോലെ അല്ലാതെ എന്താണ് ഡ്രസ്സിൻ്റെത്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് കണ്ടൻറ് മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ. വിലപ്പെട്ട ആകർഷകമായ ഉള്ളടക്കം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച് പ്രേക്ഷകരെ ആകർഷിക്കുക എന്നതാണ്. എക്സാമ്പിൾ യൂട്യൂബ് ട്യൂട്ടോറിയൽസ്, ഇൻസ്റ്റഗ്രാം ഇൻഫോഗ്രാഫിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആൻഡ് എൻഗേജ്മെൻറ്റ്. ബ്രാൻഡിൻ്റെ ചുറ്റും ഓൺലൈൻ കമ്മ്യൂണിറ്റി സൃഷ്ടിച്ച് ഉപഭോക്താക്കളുമായി നേരിട്ട് ഇടപെടുക എന്നതാണ്. എക്സാമ്പിൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്, ലിങ്ക്ഡ്ഇൻ ഗ്രൂപ്പ്സ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒരു ബ്രാൻഡിൻ്റെ ഓൺലൈൻ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ശക്തമായ മാർഗമാണ്. ഓർഗാനിക്, പെയ്ഡ്, ഇൻഫ്ലുവൻസർ, കണ്ടൻറ് മാർക്കറ്റിംഗ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് തുടങ്ങിയ രീതികൾ ചേർത്തുപയോഗിക്കുമ്പോൾ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ 4 essay ആണ് തന്നേക്കുന്നത്. 4 essay നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഏതെങ്കിലും വരാതിരിക്കില്ല, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.